സാമ്പത്തിക വിദഗ്ധ ഡോക്ടർ മേരി ജോർജ് ഒപ്പം ചേരുകയാണ്. മേഡം, സംസ്ഥാന സർക്കാരിന്റെ സാമ്പത്തിക സ്ഥിതിയെ പറ്റിയുള്ള വിശദ വിവരങ്ങൾ അടങ്ങിയ ധവളപത്രം സർക്കാർ ഇന്ന് പുറത്തിറക്കിയിരിക്കുകയാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിലെ UDF വാഗ്ദാനങ്ങളിൽ ഒന്നായിരുന്നല്ലോ ഈ ധവളപത്രം പുറത്തിറക്കുമെന്നത്. നമുക്ക് ഇതിന്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നതിന് മുൻപ് ആദ്യം ചോദിക്കാനുള്ളത്, എന്താണ് ഈ ധവളപത്രം? ഇത് എപ്പോഴൊക്കെയാണ് പുറത്തിറക്കുന്നത്? എന്തിനു വേണ്ടിയാണ് ഈ ധവളപത്രം എന്ന് ചെറുതായിട്ടൊന്ന് വിശദീകരിക്കാൻ പറ്റുമോ? കാരണം ഈ ധവളപത്രം എന്താണെന്ന് അറിയാത്ത ഒരുപാട് ആളുകളുണ്ട്, അവർക്ക് വേണ്ടിയാണ്. അതായത് ധവളപത്രം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു ഗവൺമെന്റ് ഭരണത്തിലേക്ക് വരുമ്പോൾ എന്താണ് അന്ന് വരെ അവർ ഭരണം ഏറ്റെടുക്കുന്നത് വരെ ഉണ്ടായിരുന്ന സംസ്ഥാനത്തിന്റെ ഗവൺമെന്റിന്റെ പ്രവർത്തനം വളരെ കാര്യക്ഷമമായ പ്രവർത്തനമാണോ കാഴ്ചവച്ചിരുന്നത്, ധനസമാഹരണവും അതുപോലെ തന്നെ ചെലവുകളും ഒക്കെ ഒത്തുചേർന്ന് പോകുന്ന തരത്തിലായിരുന്നോ, അതോ ജനങ്ങൾക്ക് കൊടുത്തിരുന്ന വാഗ്ദാനങ്ങൾ പാലിക്കപ്പെട്ടിട്ടുണ്ടോ, എന്തുകൊണ്ടാണ് ആ ഗവൺമെന്റിനെ തന്നെ അപ്പോൾ ഈ തൽസ്ഥിതി ആ ഗവൺമെന്റിന്റെ ഭരണകാലത്തെ കാര്യങ്ങളെല്ലാം വസ്തുനിഷ്ഠമായി വിലയിരുത്തുമ്പോൾ അറിയാം എന്തുകൊണ്ടാണ് ആ ഗവൺമെന്റിന് വേണ്ടെന്ന് വെച്ച് പുതിയൊരു ഗവൺമെന്റിന് മാൻഡേറ്റ് കൊടുത്തത്. അതറിഞ്ഞ് അതിനോട് ചേർന്ന് എന്തൊക്കെ മാറ്റങ്ങൾ വരുത്തണം, അതായത് ആ പഴയ ഗവൺമെന്റിന്റെ കാര്യക്ഷമത ഇല്ലായ്മ തൊട്ട് അവരുടെ പ്രതിച്ഛായയ്ക്ക് മങ്ങലേൽപ്പിച്ച കാര്യങ്ങൾ എന്തൊക്കെ എന്ന് മനസ്സിലാക്കിയാലാണല്ലോ അതൊക്കെ പരിഹരിച്ച് മുൻപോട്ട് പോകാൻ ഒക്കൂ. അപ്പം അങ്ങനെ ഒരു സമഗ്രമായ പഠനം, ആ പഠനമാണ് ധവളപത്രം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതുപോലെ ഒരു ധവളപത്രം 2016 LDF ഗവൺമെന്റ് ഭരണത്തിൽ വരുന്ന സമയത്തും അവർ ഇറക്കിയിരുന്നു. അന്നത്തെ അവരുടെ ധവളപത്രത്തിൽ അവർ പറഞ്ഞിരുന്നത് ഈ നേരത്തെ അതായത് UDF ഗവൺമെന്റിന്റെ ഭരണം വളരെ മോശമായിരുന്നു, മുഖച്ഛായ നഷ്ടപ്പെട്ടിരുന്നു UDF ഗവൺമെന്റിന്റെ. അതുകൊണ്ടാണ് LDF ഭരണത്തിൽ വന്നത്. UDF തന്നെ ഭരണവുമായി മുൻപോട്ട് പോകുകയാണെങ്കിൽ 2020-21 ആകുമ്പോഴേക്കും KSRTC പോലെയുള്ള സ്ഥാപനങ്ങൾ അടച്ചുപൂട്ടേണ്ടി വരും എന്നൊക്കെയായിരുന്നു ആ ധവളപത്രത്തിൽ പറഞ്ഞിരുന്നത്. പക്ഷേ നമുക്കറിയാം LDF ഭരണത്തിൽ വന്നതിന് ശേഷം അപ്പോൾ അവരുടെ ധവളപത്രത്തിൽ അവർ UDF ഗവൺമെന്റിന്റെ പാളിച്ചകളൊക്കെ പരിഹരിച്ച് വളരെ ശക്തമായ ഭരണം നൽകി മുന്നേറും എന്നാണ് അന്ന് ആ ധവളപത്രത്തിൽ പറഞ്ഞത്. പക്ഷേ എന്ത് സംഭവിച്ചു എന്നുള്ളത് ഈ കഴിഞ്ഞ 10 വർഷക്കാലം കൊണ്ട് നമ്മൾ കണ്ടു കഴിഞ്ഞു. അപ്പോൾ ധവളപത്രത്തിൽ പറയുന്നത് പോലെ തന്നെ പ്രവർത്തന മികവ് കാണിക്കണമെന്നില്ല ഒരു ഗവൺമെന്റ്. പക്ഷേ ധവളപത്രം ജനങ്ങൾക്ക് നൽകുന്നത് ഒരു ശുഭാപ്തി വിശ്വാസമാണ്. പഴയ കാലങ്ങളിൽ നിന്ന് പഠിച്ച്, പഴയ ഗവൺമെന്റിൽ നിന്ന് പഠിച്ച് നല്ല രീതിയിൽ മുന്നേറും ഈ ഗവൺമെന്റ് എന്ന ഒരു ശുഭാപ്തി വിശ്വാസം ജനങ്ങൾക്ക് നൽകുന്നു. അങ്ങനെ മുന്നേറാൻ കഴിയുന്നുവെങ്കിൽ ആ ഗവൺമെന്റിന്റെ ഭരണത്തിന് അതുപോലെയുള്ള മികവുറ്റ തുടർച്ചയുണ്ടാകാനും സാധ്യതയുണ്ട്. ഓക്കെ, എന്തായാലും ഈ ധവളപത്രം എന്താണെന്ന് അറിയാത്തവർക്ക് അത് കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ടാകും എന്ന് കരുതുന്നു. മേഡം, 2026 അധികാരമേറ്റ പുതിയ സർക്കാരിന് ലഭിച്ചത് അതീവ ഗുരുതരമായ സാമ്പത്തിക പ്രതിസന്ധിയാണ് എന്നാണ് ധവളപത്രത്തിൽ നിന്ന് വ്യക്തമാകുന്നത്. കേരളത്തിന്റെ ആകെ കടബാധ്യത 5.7 ലക്ഷം കോടി രൂപയാണ് എന്ന് ധവളപത്രത്തിൽ പറയുന്നുണ്ട്. ട്രഷറി പ്രതിസന്ധി രൂക്ഷമായി തുടരുകയാണ്. 48,733 കോടിയുടെ കുടിശ്ശിക ബാധ്യതകൾ പുതിയ സർക്കാർ ഏറ്റെടുത്തു. വരുമാനത്തിന്റെ 77% ശമ്പളം, പെൻഷൻ, പലിശ എന്നിവയ്ക്കായി ചെലവാക്കുന്നു. വികസന പ്രവർത്തനങ്ങൾക്കുള്ള മൂലധന ചെലവ് രാജ്യത്തെ ഏറ്റവും താഴ്ന്ന നിരക്കിലാണ് എന്നും ധവളപത്രത്തിൽ വ്യക്തമാക്കുന്നുണ്ട്. പുറമെ കിഫ്ബിക്ക് 21,000 കോടിയുടെ വായ്പാ ബാധ്യത ഉണ്ട് എന്നും ധവളപത്രത്തിൽ ചൂണ്ടിക്കാട്ടുന്നു. പക്ഷേ ഇതിലൊരു സംശയമുള്ളത്, മാഡം മുൻപ് ചെയ്ത വീഡിയോയിൽ CAG റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ പറഞ്ഞിരുന്നത് കേരളത്തിന്റെ കടം 6 ലക്ഷം കോടി കഴിഞ്ഞു എന്നാണ്. അപ്പോൾ എങ്ങനെയാണ് ഈ ധവളപത്രത്തിൽ ആ കടം 5 ലക്ഷം കോടിയായത്? അവിടെ അതായത് ധവളപത്രത്തിൽ പറയുന്ന ആ കണക്കുകളോട് പൂർണ്ണമായിട്ട് സഹകരിക്കാൻ നമുക്ക് കഴിയുകയില്ല. കാരണം 2025 ഡിസംബറിൽ CAG ആണ് റിപ്പോർട്ട് ചെയ്തത് 2025 വർഷം 2025-26 വർഷത്തിൽ സംസ്ഥാനത്തിന്റെ കടം
6 ലക്ഷം കോടിയായി വർദ്ധിച്ചിരിക്കുമെന്ന് പറഞ്ഞത് എങ്ങനെയാണ്? ബജറ്റിൽ പറഞ്ഞിരിക്കുന്ന പ്രതീക്ഷിക്കുന്ന 2025-26 ബജറ്റിൽ പ്രതീക്ഷിക്കുന്ന കടം 4,81,997.62 കോടിയാണ്. 4,81,997.62 കോടി. ആ കടം മാത്രമല്ല സംസ്ഥാന ഗവൺമെന്റിന്റെ ബജറ്റിനകത്തെ കടമായിട്ട് ഗവൺമെന്റ് ഓഫ് ഇന്ത്യയോ CAGയോ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയോ കണക്ക് കൂട്ടിയത്. ബജറ്റിന് പുറത്ത്, അതായത് കിഫ്ബി വഴിയും കേരള ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെന്റ് ഫണ്ട് ബോർഡ് വഴി എടുത്ത കടവും അതുപോലെ തന്നെ കേരള സോഷ്യൽ സെക്യൂരിറ്റി പെൻഷൻ ഫണ്ട് ലിമിറ്റഡ് വഴിയായിട്ട് എടുത്ത കടവും, ഈ 2 കടവും കൂടി കൂട്ടിച്ചേർക്കണം ബജറ്റിനകത്തെ കടമായിട്ട്. കാരണം ഇത് ബജറ്റിന് പുറത്തെ കടമാണ് കിഫ്ബി വഴിയും KSSPL വഴിയും എന്ന് ഇവിടുത്തെ സംസ്ഥാന ഗവൺമെന്റ് LDF ഗവൺമെന്റ് എപ്പോഴും പറഞ്ഞുകൊണ്ടിരുന്നു. പക്ഷെ അത് അംഗീകരിക്കാൻ കേന്ദ്ര ഗവൺമെന്റ് തയ്യാറായില്ല. കേന്ദ്ര ഗവൺമെന്റ് അത് അംഗീകരിക്കാൻ തയ്യാറാകാത്തതിന് നിരത്തിയ കാരണങ്ങളും നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. അത് ഒന്നാമത്, ഇതൊരു സോവറിൻ, അതായത് ഗവൺമെന്റിന്റെ ഗ്യാരണ്ടി ഉള്ളത് കൊണ്ടാണ് ഇതിലേക്ക് ഈ ഗവൺമെന്റിന്റെ ബോണ്ടിലേക്ക്, അതായത് കിഫ്ബിയുടെ ബോണ്ടിലേക്ക്, ഉദാഹരണം മസാല ബോണ്ട്, ലണ്ടൻ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ വെച്ച് അടിച്ചിറക്കിയ മസാല ബോണ്ട്, ആ മസാല ബോണ്ടിലേക്ക് അന്ന് തന്നെ CDPQ 2185 കോടിയുടെ ഇൻവെസ്റ്റ്മെന്റ് ആണ് നടത്തിയത് മസാല ബോണ്ടിൽ. അപ്പൊ എന്തുകൊണ്ട് അത് 9.73% പലിശയായിരുന്നു എന്ന് ഓർക്കണം. എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു ഇൻവെസ്റ്റ്മെന്റ് വന്നത്? കാരണം അത് സോവറിൻ ബോണ്ടാണ്, എന്ന് വെച്ചാൽ ഗവൺമെന്റിന്റെ ബോണ്ടാണ്. അതിന്റെ തിരിച്ചടവ്, ഇൻട്രസ്റ്റ് കൊടുക്കലും തിരിച്ചടവും പൂർണ്ണമായിട്ടും നടക്കുമെന്ന് ഉറപ്പുണ്ട്. ഇനി സംസ്ഥാന ഗവൺമെന്റ് തോറ്റാൽ തന്നെ ഒരു ഫെഡറൽ സംവിധാനത്തിൽ കേന്ദ്ര ഗവൺമെന്റ് അത് ആ കടം എടുക്കുകയും അത് തിരിച്ചു കൊടുക്കുകയും ചെയ്യും എന്നുള്ള ഉറപ്പ്, ആ ഡബിൾ ഗ്യാരണ്ടി, അതുകൊണ്ടാണ് ഈ കിഫ്ബിയുടെ ഇതിലേക്ക് ഇൻവെസ്റ്റ്മെന്റ് വരുന്നത്. ഒരു കാരണം അതുകൊണ്ട്. അത് രണ്ടാമത്തെ കാരണം, ഇത് തുടങ്ങിയപ്പോൾ തന്നെ 2016 തന്നെ ഇദ്ദേഹം ഡോക്ടർ ഐസക് ഒരു സെസ്, പെട്രോളിയം സെസ് ഏർപ്പെടുത്തിയിരുന്നു. ആ പെട്രോളിയം സെസ്സിന്റെ എമൗണ്ട് നേരെ പോയിരുന്നത് കിഫ്ബിയുടെ അക്കൗണ്ടിലേക്കാണ്, ഖജനാവിലേക്കല്ല. എന്ന് വെച്ചാൽ ഒരു പൊക്കിൾ കൊടി ബന്ധം അവിടെ തന്നെ ഈ ബജറ്റിനും കിഫ്ബിക്കും ഉണ്ടായി കഴിഞ്ഞു. ഇനി രണ്ടാമത്തെ പൊക്കിൾ കൊടി ബന്ധം, അതായത് 50% മോട്ടോർ വെഹിക്കിൾ ടാക്സിന്റെ 50% ബജറ്റിൽ കൊണ്ടുവരുന്ന മോട്ടോർ വെഹിക്കിൾ ടാക്സ്, അതിന്റെ 50% നേരെ പോയിരുന്നത് കിഫ്ബി അക്കൗണ്ടിലേക്കാണ്. അതാണ് രണ്ടാമത്തെ പൊക്കിൾ കൊടി ബന്ധം ബജറ്റും കിഫ്ബിയും തമ്മിൽ. അപ്പോ ഈ 3 കാരണങ്ങൾ, വളരെ പ്രധാനപ്പെട്ട ഈ 3 കാരണങ്ങൾ കൊണ്ടാണ് കേന്ദ്ര ഗവൺമെന്റും CAGയും ഒക്കെ പറഞ്ഞത് കിഫ്ബി ഒരു ഭാഗമാണ്, അതായത് ബജറ്റിന്റെ ഒരു ഭാഗമാണ് എന്ന് പറഞ്ഞത്. അപ്പോൾ FRBM ആക്ട് അനുസരിച്ച് ബജറ്റിനകത്ത് 3% കടമേ എടുക്കാൻ പറ്റൂ. ആ കടം പോരാ, അതിൽ കൂടുതൽ വേണം എന്ന അഭിപ്രായത്തിലാണ് ഈ സ്പെഷ്യൽ പർപ്പസ് വെഹിക്കിൾ എന്ന പേരിൽ കിഫ്ബിയും ഒക്കെ കൊണ്ടുവന്നത്. അപ്പൊ അതിനെ പറ്റി ഉള്ള അവ വഴിയായിട്ട് എടുത്ത കടം കൂടി സംസ്ഥാന ബജറ്റിനകത്തെടുത്ത കടത്തിന്റെ കൂടെ ചേർക്കാത്തത് കൊണ്ടാണ് ഈ സംസ്ഥാനത്തിന്റെ കടം 5.07 കോടിയായി കണക്കാക്കിയിരിക്കുന്നത്. അല്ലായിരുന്നെങ്കിൽ അത് 6 ലക്ഷം കോടിയിൽ തന്നെ വന്നു പതിക്കുമായിരുന്നു. കിഫ്ബിയെ പറ്റി കൃത്യമായി മനസ്സിലാക്കിയിട്ടുള്ള ആരും പറയും കിഫ്ബി അങ്ങനെ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ, അതായത് കേരള ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെന്റ് ഫണ്ട് ബോർഡ്, കേരളത്തിലെ ഇൻഫ്രാസ്ട്രക്ചർ എന്ന് പറയുമ്പോൾ ഭൗതിക ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ട്, സാമൂഹ്യ ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ട്. സാമൂഹ്യ ഇൻഫ്രാസ്ട്രക്ചർ എന്ന് പറയുന്നത് ആരോഗ്യ വിദ്യാഭ്യാസ മേഖലകൾക്ക് വേണ്ട ഇൻഫ്രാസ്ട്രക്ചറാണ്. ഭൗതിക ഇൻഫ്രാസ്ട്രക്ചർ എന്ന് പറയുന്നത് നമ്മുടെ റോഡ് തൊട്ട് പാലം അങ്ങനെയുള്ള ആ ഭൗതിക ഫിസിക്കൽ ഇൻഫ്രാസ്ട്രക്ചർ. ഈ 2 ഇൻഫ്രാസ്ട്രക്ചറിന്റെയും നിർമ്മാണത്തിന് വേണ്ടിയാണ് ഇങ്ങനെ ഒരു കമ്പനി ഫോം ചെയ്യുന്നത് എന്നാണ് അന്ന് അവകാശപ്പെട്ടിരുന്നത്. അത് തന്നെയാണ് ചെയ്തത്. പക്ഷേ കിട്ടിയ ഫണ്ട് തോന്നുന്ന പോലെ വഴി മാറ്റി ചെലവഴിക്കുന്നതിന് യാതൊരു
ഔചിത്യ ബോധവും കാണിച്ചിട്ടില്ല ഈ കഴിഞ്ഞ ഗവൺമെന്റ്. അതുമാത്രമല്ല, കിഫ്ബിയുടെ വർക്കുകൾ മുഴുവൻ കൊടുത്തിരുന്നത് ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റിക്ക് മാത്രമായിരുന്നു. ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റി നല്ല ക്രെഡിബിലിറ്റി ഉള്ള ഒരു ക്രെഡിറ്റ് സൊസൈറ്റി ലേബർ സൊസൈറ്റി ആയിരുന്നു. പക്ഷെ അത് ഈ LDFന്റെ ഇഷ്ടാനുസാരം കളിക്കാൻ തുടങ്ങിയതോടുകൂടി അതിന്റെ ക്രെഡിബിലിറ്റി നഷ്ടപ്പെട്ടു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം നമുക്ക് ഓർമ്മയുണ്ട്, ഈ കിഫ്ബിയുടെ ഫണ്ട് കൊണ്ട് തന്നെ അടിസ്ഥാന വികസനത്തിന്റെ ഒരു ഭാഗമാണല്ലോ പാലം നിർമ്മാണം. കടലുണ്ടിയിൽ നിർമ്മിച്ചുകൊണ്ടിരുന്ന പാലം അതുപോലെ ഇടിഞ്ഞ് പുഴയിലേക്ക് വീഴുന്നത് നമ്മൾ കണ്ടതാണ്. അതുപോലെ എത്രയെത്ര റോഡുകൾ കിഫ്ബി വഴിയായിട്ട് നിർമ്മിച്ചതിന് ശേഷം ഒട്ടും താമസിയാതെ തന്നെ ഇടിഞ്ഞു താഴുന്നതും അങ്ങനെ എന്തെല്ലാം കഥകൾ ഒക്കെ പോകട്ടെ. മിസ്റ്റർ രവീന്ദ്രനാഥ്, അതായത് മന്ത്രിയായിരുന്നു അദ്ദേഹം, തൃശ്ശൂരിൽ നിന്നുള്ള, അദ്ദേഹത്തിന്റെ തന്നെ മണ്ഡലത്തിൽ ഒരു സ്കൂൾ കെട്ടിടത്തിന്റെ പ്ലാസ്റ്ററിങ് കൈകൊണ്ട് മാന്തി താഴെ ഇടുന്ന രംഗം നമുക്കറിയാം. അത്ര മോശമായിട്ടാണ് ഈ കിഫ്ബിയുടെ ഫണ്ട് ഉപയോഗിച്ച് ഇൻഫ്രാസ്ട്രക്ചർ കൺസ്ട്രക്ഷൻസ് ഒക്കെ നടത്തിയിരുന്നത്. എന്തുകൊണ്ടാണ്? ഫണ്ട് ഇല്ലാത്തതുകൊണ്ടല്ല. ഫണ്ട് ഊരാളുങ്കൽ സൊസൈറ്റിയുടെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ അത് എത്തേണ്ട പോക്കറ്റുകളിലൊക്കെ കൃത്യമായിട്ട് എത്തണം. എല്ലാം കഴിഞ്ഞ് അവരുടെ ലാഭവും എടുത്തു കഴിയുമ്പോൾ ഈ പറയപ്പെട്ട കോൺക്രീറ്റ് ചെയ്യേണ്ട കാര്യങ്ങളിലേക്ക് വേണ്ടത്ര പണം ചെല്ലില്ല. അങ്ങനെയാണ് ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ സംഭവിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ അത് മാത്രവുമല്ല, നമ്മളൊരു കാര്യം ഓർക്കണം, വളരെ ഉയർന്ന പലിശയ്ക്കാണ് കിഫ്ബി കടം എടുക്കുന്നത്. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ വഴി കടം എടുക്കുമ്പോൾ നമുക്ക് എപ്പോഴും 4% കുറഞ്ഞ പലിശയ്ക്ക് ആണ് കടം കിട്ടുക. അതേ സമയത്ത് അതായത് ബോണ്ടുകൾ, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ കൗണ്ടർ വഴി ബോണ്ടുകൾ ഇഷ്യൂ ചെയ്ത് വിൽക്കുമ്പോഴൊക്കെ 4% കുറഞ്ഞ പലിശയ്ക്ക് കടം കിട്ടും. അതേ സമയത്ത് CDPQ ഇൻവെസ്റ്റ് ചെയ്തത് എപ്പോഴാണ്? 2017 ഈ പറയപ്പെട്ട മസാല ബോണ്ട് ലണ്ടൻ സ്റ്റോക്ക് എക്സ്ചേഞ്ചിലാണ് അതിന്റെ ഇനീഷ്യൽ ഇഷ്യൂ നടത്തുന്നത്. അന്ന് അവിടെ വെച്ച് 2185 കോടിയുടെ CDPQ എന്ന കനേഡിയൻ പെൻഷൻ കമ്പനി ആണ് ഈ മസാല ബോണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അത് 9.78% പലിശയ്ക്കായിരുന്നു എന്ന് ഓർക്കണം നമ്മൾ. അപ്പൊ അത്ര ഉയർന്ന പലിശയ്ക്ക് വായ്പ മേടിക്കേണ്ട ഗതികേടിലായിരുന്നു കിഫ്ബി. അങ്ങനെ വലിയ ഉയർന്ന പലിശയ്ക്ക് പണം മേടിച്ചിട്ട് എന്താ ചെയ്യുക? ഏതെങ്കിലും ബാങ്കിൽ കൊണ്ടുപോയിടും. ഈ പലിശ നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കണം. ബാങ്കിൽ നിന്ന് ഘട്ടം ഘട്ടമായിട്ടാണ് അതിന്റെ പണിക്ക് ആ പണം എടുക്കുക. അപ്പോൾ ഈ പലിശയും ഇതിന്റെ മുതലും കൊടുത്തു തീരുന്നത് വരെ. അതാണ് അന്ന് CAG പറഞ്ഞിരുന്നു, ഇത് വരും തലമുറയ്ക്ക് പോലും ഭാരമാണ്. കിഫ്ബി വഴി ഇങ്ങനെ വായ്പ എടുക്കുന്നത് വരും തലമുറയുടെക്ക് ബേർഡനായി തീരും, ഒരിക്കലും പാടില്ല എന്ന് CAG അന്ന് തന്നെ കൺട്രോൾ ചെയ്തതാണ്. അങ്ങനെ എതിർത്ത് സംസാരിച്ചത് കാരണം CAGയുടെ കംപ്ലീറ്റ് ഓഡിറ്റ് ഈ കിഫ്ബിയുടെ കാര്യങ്ങളിൽ ഉണ്ടാകാതിരിക്കാൻ അതിന്റെ ഇൻട്രൊഡക്ടറി പാർട്ട് മാത്രം ഓഡിറ്റ് ചെയ്യുക, എങ്ങനെ പണം ചെലവഴിച്ചു, ഇത്തരം കാര്യങ്ങൾ ഓഡിറ്റ് ചെയ്യാതിരിക്കുക. അതിനുവേണ്ടി തന്നെ 2016 ഒരു അമെൻമെന്റ് ആക്ട് അസംബ്ലിയിൽ കൊണ്ടുവന്നു LDF എന്നത് നമ്മൾ മറക്കരുത്. അങ്ങനെ കിഫ്ബി സത്യം പറഞ്ഞാല് ഇവിടെ ഇൻഫ്രാസ്ട്രക്ചർ വളർച്ചയ്ക്ക് വേണ്ടി എന്ന് പറഞ്ഞു കൊണ്ടുവന്നെങ്കിലും സംസ്ഥാനത്തിന്റെ തകർച്ചയ്ക്കാണ് കിഫ്ബി ചരട് വലിച്ചത്.